നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടി കാട്ടിലാണ്. നല്ലൊരു അരുവി പുഴ അല്ലെങ്കിൽ തടാകം ഇപ്പോൾ വലിയ ഒലിവൊന്നുമില്ല. അട്ടപ്പാടിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം. കാരണം മഴ ഓവറായി കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ചെറുതായിട്ട് ചാറ്റൽ മഴ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. ഇപ്പോൾ നിലവിൽ അടിപൊളി കാലാവസ്ഥയാണ്. ഈവനിങ് ഏകദേശം 5 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം അട്ടപ്പാടി, അതായത് മലപ്പുറം പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് പോയി വരാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലേസ് ആണ് നമ്മുടെ സ്വന്തം അട്ടപ്പാടി. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കാണാണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ. പക്ഷേ പ്രവാസികൾക്കൊക്കെ ഒരു വണ്ടി എടുത്തിട്ട് ഇറങ്ങിയാൽ മതി. എസ്പെഷ്യലി ഒരു ബുള്ളറ്റ്, ബൈക്കും സ്കൂട്ടിയും ഒക്കെ വരുന്ന ആളുകളുണ്ട്. നല്ല സുഖസുന്ദരമായിട്ട് നമ്മളിങ്ങനെ ചുരം കയറി കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും. കാരണം നമ്മളറിയാം തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊടും ചൂടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിട്ടിയ ടൈം ഇതുപോലെയുള്ള വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം കറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ റൂട്ടിന് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം മൃഗങ്ങളെ കാണാം. സാധാരണ കാട്ടിലുണ്ടാവുന്ന മസനാംകുടി വഴി ഊട്ടി പോകുന്ന അത്തരം മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ അപൂർവ സമയങ്ങൾ ആനക്കൂട്ടം ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിംഹവാലൻ കുരങ്ങ്, അങ്ങനെ പലതരം മൃഗങ്ങളെയും ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ കഴിയും. അങ്ങനെ ചുരമൊക്കെ കയറി കാട്ടിലൂടെ ഏറ്റവും മുകളിലെത്തിയപ്പോഴാണ് പെരും മഴ. അപ്പോൾ നമ്മൾ തന്നെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. കാരണം എന്താ വെച്ചാൽ മതിയാവുന്നില്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ. അതായത് ഈ മഴച്ചാറിലും കൊണ്ടിട്ട് ബുള്ളറ്റും അങ്ങനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആയി. അതുകൊണ്ട് തന്നെ അട്ടപ്പാടി കഴിഞ്ഞിട്ടും ഈ പശ്ചിമഘട്ട മലനിരയുടെ മുകളിലൂടെ അങ്ങനെ യാത്ര ചെയ്തു. അതായത് അട്ടപ്പാടി കഴിഞ്ഞിട്ടും താവളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് വീണ്ടും കറങ്ങി തിരിഞ്ഞ് താവളത്തന്നെ തിരിച്ചെത്തുന്ന ഒരു 10-60 കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്തു. പക്ഷെ തിരിച്ച് ചോര ഇറങ്ങുന്നതിന് മുമ്പ് പെരും മഴ, അതുപോലെ തന്നെ കോടമഞ്ഞ്, അതായത് മുമ്പിലുള്ളത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടമഞ്ഞും പെരും മഴ. പക്ഷെ ഞങ്ങളതൊക്കെ കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങി. അപ്പോൾ ബൈക്കുമേ ഒരു ദിവസത്തെ യാത്ര കാണുന്നുണ്ടെങ്കിൽ അട്ടപ്പാടി ബെറ്റർ ഓപ്ഷനാണ്. ഒന്ന് ചുരമൊക്കെ കയറി കാട്ടിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്ത് അടിപൊളിയായിട്ട് തിരിച്ചെന്നെ ഇറങ്ങി വരാം. ഇനി അതല്ല നിങ്ങൾക്ക് തിരിച്ച് മണ്ണാർക്കാട്ടിക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആകെ 10-60 കിലോമീറ്ററുള്ള ഊട്ടിക്ക് നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് ഊട്ടിയും കൂടെ കണ്ടിട്ട് വേണമെങ്കിൽ തിരിച്ച് സാവധാനം വന്നാലും മതി കേട്ടോ. എന്തായാലും തിരിച്ചു പോക്ക് ഒന്നും കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പം ഇനി മസനാംകുടി വഴി ഊട്ടിയിലേക്ക് ബുള്ളറ്റും ഒന്ന് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ?